നമുക്ക് കൂടുതൽ അറിയാം. അപ്പോൾ അതിൽ പറയപ്പെട്ട ഒരു കാര്യം ഹാർട്ട് അറ്റാക്ക് കാരണം ഹൃദയാഘാതം കാരണമാണ് മരണപ്പെട്ടതെന്നാണ്. അതോടുകൂടെ തന്നെ പറയുന്നുണ്ട് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. സാധാരണ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കരളിൽ കൊഴുപ്പടിയുന്ന ഒരു ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ, അത് മുന്നെല്ലാം കൂടുതലും മദ്യപാനികളിലാണ് കണ്ടുവന്നിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ടുവരുന്നത് നോൺ ആൽക്കഹോളിക്, മദ്യപാനം ഇല്ലാത്തവരിൽ കണ്ടുവരുന്ന ഫാറ്റി ലിവർ ഡിസീസാണ്. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ആ ഒരു ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ പലതരം മാറ്റങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ജാഗ്രത ഉണ്ടാകണം. നമുക്കതിനെക്കുറിച്ചൊരു അവെയർനെസ് ഉണ്ടാകണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ബ്ലോക്കുകൾ, ഒരു ഹൃദയാഘാതം വരണം എന്നുണ്ടെങ്കിൽ ഹാർട്ട് ബ്ലോക്കുകൾ ഉണ്ടാകണം അല്ലേ? അപ്പോൾ അതിന് കാരണമാകുന്ന ഒരു മെയിൻ 5 കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ഒരു ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. 5 കാര്യങ്ങൾ. ഒന്ന് ഷുഗർ, അമിതമായുള്ള ഷുഗർ. മറ്റൊന്ന് അമിതമായ രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ എന്ന് പറയും, ഹൈപ്പർ ടെൻഷൻ. ഇത് രണ്ടാമത്. മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മോശമായ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ, നല്ല കൊളസ്ട്രോൾ അല്ല, മോശമായ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ മൂന്നാമതൊരു കാരണമാണ്. നാലാമതൊരു കാരണം പുകവലി ഉള്ളവർ, അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്യുന്നവർ, അത് ചുണ്ടിൻ്റെ ഉള്ളിൽ വെക്കുന്നവരാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഏതൊരു തരത്തിലാണെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു റിസ്ക് ഉണ്ട്, ഹാർട്ട് ബ്ലോക്കുകൾ വരാനുള്ള റിസ്ക് ഉണ്ട്. അഞ്ചാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ വിറ്റമിൻ B12 ഒരു കുറവ് കാരണം വരുന്ന ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു അമിനോ ആസിഡാണ്, ഒരു പ്രോട്ടീനിൻ്റെ ഒരു ഘടകമാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ അത് കൂടിക്കഴിഞ്ഞാൽ നമുക്കതൊരു വിഷാംശമായി മാറുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഈ 5 കാര്യങ്ങളും ചെയ്യുന്നത് ഒരേ ഒരു കാര്യമാണ്. ഈ 5 കാര്യങ്ങളും ഒരു കാരണത്തിലോട്ടാണ് നയിക്കുന്നത്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, പുകവലി അല്ലെങ്കിൽ ആ ഒരു പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്, അതേപോലെ തന്നെ വിറ്റമിൻ B12 കുറവുള്ളത് കാരണം വരുന്ന ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്ന ഒരു കാര്യം. ഇത് 5ഉം കാരണം വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മുടെ രക്തക്കുഴലിൽ, നമ്മുടെ രക്തത്തെ കൊണ്ട് നടക്കുന്ന ആ ഒരു വെസൽസ്, ബ്ലഡ് വെസൽസ് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു കാര്യത്തിൽ മുറിവുകൾ ഉണ്ടാക്കുകയാണ്. എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. മുറിവുകൾ ഉണ്ടാകുകയാണ്. അവിടെ മുറിവുകൾ ഉണ്ടാകുന്ന സമയത്ത്, നമ്മുടെ രക്തക്കുഴലിൽ മുറിവുകൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ചലം കെട്ടിക്കെടുക്കുന്ന, അതേപോലെ തന്നെ ആ ചലത്തിനെ നീക്കം ചെയ്യാതെ വരുന്ന ഒരു അവസ്ഥയിലാണ് ഈ കാണുന്ന ബ്ലോക്ക് ഉണ്ടാകുന്നത്. ഈ ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇതിൽ കാണുന്ന ഈ ഒരു മഞ്ഞ കട്ട എന്ന് പറയുന്നത് നമ്മൾ നെയ്യ് കഴിച്ചതോ, നമ്മൾ സാധാരണ ബ്ലോക്കുകൾ ഉണ്ടാകുന്നത് എന്ത് കാരണം എന്നാണ് പറയാറ്? വെളിച്ചെണ്ണ കഴിച്ചു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കട്ട പിടിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ രക്തക്കുഴലിൽ കട്ട പിടിക്കുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയാറുണ്ട്. അതേപോലെ തന്നെ നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ, ബട്ടർ കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിക്കൻ്റെയോ മട്ടൻ്റെയോ ഒക്കെ നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഇതുപോലെ ഉണ്ടാകും എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ നിലക്കടല കഴിച്ചാൽ, കപ്പലണ്ടി അല്ലെങ്കിൽ ബദാം അല്ലെങ്കിൽ പിസ്ത, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാകും എന്ന് പറയപ്പെടാറുണ്ട് അല്ലേ? അതല്ല, ആ കാണുന്നത് എന്തല്ല, കൊഴുപ്പ് കട്ടയല്ല, ആ കാണുന്നത് ചലമാണത്, പസ്സാണ്. നമുക്കൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മൺതരിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? ചലം കെട്ടിക്കെടുക്കും അല്ലേ? നമ്മളൊന്ന് അതിനെ സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും ചലം പൊട്ടി പുറത്തോട്ട് വരും. അതേപോലെ നമ്മുടെ രക്തക്കുഴലിൽ ഉണ്ടായ ഒരു ഡാമേജിൽ വന്ന ഒരു ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്ന ചലം കെട്ടിക്കെടുക്കുന്നതാണ് ആ കാണുന്നത്, ആ മഞ്ഞ കളർ കാണുന്നത്. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക്
അപ്പോൾ ഈ ഒരു മുറിവ് ഉണ്ടാകാനുള്ള ഒരു കാരണമാണിതെല്ലാം. അപ്പോൾ അതിൽ നമ്മൾ എടുത്ത് നോക്കുക, ഷുഗർ എടുത്ത് നോക്കാം. ഷുഗർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഈ ഒരു മധുരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എല്ലാറ്റിനെയും ദ്രവിപ്പിച്ച് കളയുവാനും നശിപ്പിക്കുവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. എല്ലാറ്റിനെയും ദ്രവിപ്പിച്ച് കളയും. ഇപ്പോൾ നമ്മുടെ ഇരുമ്പ് എങ്ങനെയാണോ തുരുമ്പ് പിടിക്കുന്നത്, അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഓരോന്നിനെയും ദ്രവിപ്പിച്ച് നശിപ്പിച്ച് കളഞ്ഞ് അതില്ലാതാക്കും. അതിങ്ങനെ ഒരു തീരെ വേസ്റ്റായ ഒരു കാര്യമായി മാറും. അതേപോലെയാണ് അവിടെ മുറിവുണ്ടാകുന്നത്, അങ്ങനെയാണ് അവിടെ ഡാമേജ് ഉണ്ടാകുന്നത്. നമുക്ക് കാലങ്ങളായുള്ള ഷുഗർ രോഗികളിൽ നമ്മൾക്ക് അറിയുന്നത് ഒരു കാര്യമാണ്, കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത്, കിഡ്നിക്ക് ഡാമേജ് വരുന്നത്, ബ്ലോക്കുകൾ വരുന്നത്, ഞരമ്പ് നാഡികൾക്ക് ബുദ്ധിമുട്ടുണ്ടായത് കാരണം കയ്യിലും കാലിലൊക്കെ തരിപ്പുണ്ടാകുന്നത്, അല്ലെങ്കിൽ ചുട്ടുപുകച്ചിലുണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഇതേപോലെ അവിടെ ആ ഒരു ഭാഗത്ത് നശിപ്പിക്കുന്നത് കാരണം തന്നെയാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അടുത്തത് നോക്കുകയാണെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ രക്തക്കുഴലിനൊക്കെ ഒരു റബ്ബർ ബാൻഡ് പോലെ, ഒരു എലാസ്റ്റിക് ആയുള്ള ഒരു സംവിധാനമാണുള്ളത്. ഇപ്പം നമ്മുടെ തോല് പോലെ തന്നെയാണ്, ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോകാനുള്ള ശേഷി ഉണ്ടാകണം. അതേപോലെ ആയിരിക്കണം രക്തക്കുഴൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, പിന്നെ ഇങ്ങനെ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷന് സഹായിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കാൽഷ്യം, അതേപോലെ തന്നെ സോഡിയം എന്നൊക്കെ പറയുന്നത്. അതേപോലെ അതിനെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് പൊട്ടാഷ്യം, മഗ്നീഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം ഒന്നുകൂടെ ഒരു കഠിനാധ്വാനം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ഒരു മഗ്നീഷ്യം അതേപോലെ തന്നെ പൊട്ടാഷ്യം എന്ന് പറയുന്ന രണ്ട് മിനറലുകളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം. അതില്ലാതെ വരുമ്പോഴാണ് കൂടുതലും, ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 70-80% ഇതില്ലാത്തത് തന്നെയാണ്. മറ്റുള്ള രോഗങ്ങളൊക്കെ വേറെ, തീർച്ചയായും ജനറ്റിക് കോസസ് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ കോസസ്, മറ്റുള്ള പലതരം കോസസുകൾ ഉണ്ടെങ്കിൽ കൂടെ അത് എല്ലാം ചേർന്ന് വെറും ഒരു 20% അല്ലെങ്കിൽ 15% ഉണ്ടാകുള്ളൂ. ബാക്കി എല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആഹാര രീതികൾ കാരണം വരുന്ന ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അതിനനുസരിച്ചുള്ള മിനറൽസ് ഇല്ലാത്തത് കാരണം വരുന്ന ഈ ഒരു കട്ടി കാരണം, റിലാക്സ് ചെയ്യാൻ പറ്റാത്തത് കാരണം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ വീട്ടിൽ ഗാർഡനൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മളൊന്ന് ചെടി നനക്കാൻ പോകുമ്പോൾ ആ ഹോസ് ഒന്ന് പാതി പൂട്ടി പിടിച്ച് കഴിഞ്ഞാൽ അതൊന്നുകൂടെ സ്പീഡിലൂടെ പോകും അല്ലേ, ആ വെള്ളം വരുന്നത് സ്പീഡിലൂടെ ആയിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ രക്തക്കുഴൽ ഒന്ന് മുറുകി പിടിച്ചു കഴിഞ്ഞാൽ അതിലൂടെ രക്തം ചീറിപ്പാഞ്ഞ് സഞ്ചരിക്കുകയും അത് കാരണം ഇതിൽ ഈ ഒരു രക്തക്കുഴലിൽ വരുന്ന ഡാമേജുകൾ കാരണം അവിടെ ഇൻഫെക്ഷൻ വരികയും ഈ തരത്തിൽ ബ്ലോക്കുകൾ, ചലം കെട്ടിക്കിടക്കുകയും ഉണ്ടാകും. പിന്നെ നോക്കുകയാണെങ്കിൽ നിക്കട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ പിന്നെ പുകയില ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും ഇതേപോലെ തന്നെ ഡാമേജ്. അതേപോലെ തന്നെയാണ് ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്നതും ഡാമേജ്. അതേപോലെ തന്നെ നമ്മൾ മോശമായ കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ, LDL കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് കൂടുതലാണെങ്കിൽ ഈ പറഞ്ഞ കാര്യവും നമ്മുടെ ഈ കാണുന്ന രക്തക്കുഴലിൻ്റെ ഒരു സെല്ലിലൂടെ ഇങ്ങോട്ട് വീഴുകയും ഈ ഒരു ഭാഗത്തോട്ട് വീണ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കരമായി ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ട്, അവിടെ മോശമായ കെമിക്കൽസ് ഉണ്ട് എന്ന് പറയാം. പിന്നെ ORS എന്ന് പറയും, ഓക്സിഡേറ്റീവ് റിയാക്റ്റൻ സ്പീഷീസ് എന്ന് പറയും. അപ്പോൾ അവിടെ ആ മോശമായ കാര്യങ്ങൾ അതിനെ നശിപ്പിക്കുകയും അത് നശിച്ച് കെടുക്കുന്ന സമയത്ത് നമ്മുടെ രോഗപ്രതിരോധ കോശങ്ങൾ, മാക്രോഫേജസ് എന്ന് പറയുന്ന കാര്യങ്ങൾ അതിനെ വന്ന് ക്ലീൻ ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? അത് ആ ഒരു സാധനത്തിനെ ക്ലീൻ ചെയ്യുക എങ്ങനെയെന്ന് വെച്ചാൽ അത് കഴിച്ചിട്ട്, നമ്മുടെ പോലീസുകാർ അതിനെ കഴിച്ച് ദഹിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ദഹനം നടക്കുന്നില്ല. കാരണം അത്രക്കും മോശമായ ഒരു കാര്യമായത് കാരണം അത് കഴിച്ചു കഴിഞ്ഞ് ഈ കോശങ്ങളും നശിച്ച് അവിടെ കിടക്കുകയാണ്. അത് ദഹിക്കാൻ പറ്റാതെ തന്നെ അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ചലം കെട്ടിക്കെടുക്കുന്നത്, വേസ്റ്റ് മാറ്റർ കെട്ടിക്കെടുക്കുന്നത്, ചീഞ്ഞുകൊണ്ട് കിടക്കുന്ന കാര്യങ്ങൾ അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെറും LDL അല്ല, നമ്മുടെ സ്വന്തം പ്രതിരോധ കോശങ്ങൾ, പലതരം പ്രോട്ടീനുകൾ എല്ലാം ചേർന്നുള്ള ഒരു മിശ്രിതമാണ് അവിടെ കിടക്കുന്നത്. ആ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും വരാം. ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് വെറും ഹാർട്ടിൽ ഉത്ഭവിക്കുന്നതല്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഷുഗർ രോഗികൾ അല്ലെങ്കിൽ പ്രഷർ രോഗികൾ അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ ഉദാഹരണശേഷി ഇല്ലാതെ വരുന്നവരുണ്ട്. ഉദാഹരണശേഷി ഇല്ലെങ്കിൽ മാത്രമാണ് ഇവർക്ക് എന്തറിയുന്നുള്ളൂ,
ഈ ഒരു ബ്ലോക്കിൻ്റെ ഒരു 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 വലിയൊരു ബുദ്ധിമുട്ടാണെന്ന് അവർ മനസ്സിലാക്കുന്നുള്ളൂ. കാരണം ലൈംഗിക ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ തീർച്ചയായും കാണിക്കുകയും അവിടെ ഒരു ബ്ലോക്ക് വരും. പക്ഷെ അപ്പോഴും എന്ത് കണക്ട് ചെയ്യുന്നില്ല, ഈ ബ്ലോക്ക് തന്നെയാണ് ഹാർട്ട് ബ്ലോക്ക് എന്നുള്ളത്. ഈ ബ്ലോക്ക് തന്നെയാണ് പിന്നെ ഹൃദയാഘാതത്തിലോട്ടും അതേപോലെ തന്നെ സ്ട്രോക്കിലോട്ടും നയിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഉദാഹരണശേഷി കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് കോട്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ അത് തൊട്ട് നിങ്ങൾക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ള രോഗികളാണെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഫാറ്റി ലിവർ ഒക്കെ ഉണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ തന്നെയാണ് ഇതെല്ലാം. ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഫാറ്റി ലിവർ മാത്രമല്ല ശരീരത്തിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ പലപ്പോഴും PCOD ഉണ്ടാകാം, അതിന് കൂടെ തന്നെ തൈറോയിഡ് സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്തായിട്ട് എടുക്കണം, നമ്മുടെ ഒരു ലക്ഷണമായിട്ട് തന്നെ എടുക്കണം. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെടുന്ന ഒരു രോഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സംഭവം എന്ന് പറയുന്നത് ഹൃദയാഘാതമാണ്. ഹൃദയാഘാതത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. കാരണം എന്താണ്? പെട്ടെന്നാണ് മരണം. അതിൻ്റെ ഒരു 70% പേര് മരണപ്പെടുകയാണ്, വെറും 30% രക്ഷപ്പെടുന്നുള്ളൂ. ഒരു ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും ഫസ്റ്റ് ലക്ഷണം എന്ന് പറയുന്നത് ഹൃദയാഘാതം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നും സർവൈവ് ചെയ്യുന്നത് വെറും ഒരു 30%. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യം അതാണ്. നമ്മൾ ക്യാൻസർ ഉണ്ട്, ക്യാൻസർ മാരക രോഗമാണ്, ഷുഗർ മാരകമായ രോഗമാണ്, അതുപോലെ തന്നെയാണ് ഫാറ്റി ലിവറും കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മൾ അതിനെ പേടിക്കുന്നില്ല. കാരണം എന്താണ്? കാലങ്ങളോളം നമ്മൾ അറിയിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ശരീരത്തിലുണ്ട് എന്നുള്ളത് അറിയിച്ചതിന് ശേഷമാണ് ഏറ്റവും കോംപ്ലക്സിറ്റിക്ക് പോകുന്നത്. നമ്മുടെ കോംപ്ലിക്കേഷൻസിൽ നമ്മൾ മരണമാണെങ്കിലും അല്ലെങ്കിൽ സർജറിക്ക് ആവശ്യമാണെങ്കിലും അതൊക്കെ വർഷങ്ങളോളം വന്നതിന് ശേഷമാണ് വരുന്നത്. പക്ഷേ ഹാർട്ട് ബ്ലോക്ക് സൈലൻറ്റ് കില്ലറാണ്. കാലങ്ങളോളം വർഷങ്ങളോളം കെട്ടിക്കിടന്ന് അവസാനം അതൊന്ന് ട്രിഗർ ആയതിനു ശേഷമാണ് നമുക്ക് മരണം വരുന്നത്. പെട്ടെന്ന് തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു കാര്യവും ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ പറഞ്ഞ 5 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മൾ കറക്റ്റായുള്ള ഫുഡല്ല കഴിക്കുന്നതെങ്കിൽ, ഫാറ്റി ലിവർ പോലുള്ള രോഗങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഷുഗർ പോലുള്ള രോഗങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഓവറീസിൽ PCOD കാണുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ കാരണം എന്താണ്? റൂട്ട് കോസ് എന്ന് പറയുന്നത്, ഇതിലൊക്കെ ഒരു മൂല കാരണം എന്ന് പറയുന്നതും ഈ രോഗങ്ങൾ തന്നെയാണ്. അപ്പോൾ ബ്ലോക്കുകൾ ഉണ്ടെന്ന് നമുക്കൊന്ന് പിന്നെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്ലോക്കുകൾ നമ്മൾ നോക്കി ബ്ലോക്കുകൾ വലുതല്ലെങ്കിൽ നമ്മൾ സമാധാനിക്കാറുണ്ട്. അതൊരു തെറ്റാണ്. കാരണം ബ്ലോക്കുകൾ പലപ്പോഴും ഇവിടെ കാണുന്നുണ്ടാവും. ഈ സ്മൂത്ത് മസിൽ സെൽസ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മേലെ, ഈ ബ്ലോക്കിൻ്റെ മേലെ ഒരു തമ്പ് പോലെ ഈ ചലം കെട്ടിക്കെടുക്കാൻ വേണ്ടിയിട്ട് മേലെ ഒരു ലെയർ, ഒരു കുരു പോലെയാണെന്ന് വിചാരിച്ചോ. അത് നമ്മുടെ മുഖക്കുരു പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കുരുവാണെന്ന് വിചാരിച്ചോ. അങ്ങനെ വിചാരിച്ചാൽ മതി. 2 തരത്തിലുള്ള കുരുകളുണ്ട്. ഒന്ന് പെട്ടെന്ന് നമ്മളൊന്ന് തൊട്ടാൽ പോലും പെട്ടെന്ന് പൊട്ടുന്ന രീതിയിലുള്ള കുരുകളുണ്ട്. അതുമല്ലാതെ ചലം കെട്ടിക്കിടന്ന് അതിൻ്റെ മുകളിലുള്ള തോല് കുറച്ചുകൂടെ കട്ടിയുണ്ടാവും. എത്ര പൊട്ടിക്കാൻ നോക്കിയാലും അത് പൊട്ടില്ല. അങ്ങനെയുള്ള കുരുകളുണ്ടാവും. അപ്പോൾ 2 തരത്തിലാണുള്ളത്. അപ്പോൾ ഏത് ബ്ലോക്കാണ് നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 2ാമത് ടൈപ്പാണ്. കാരണം എത്ര പൊട്ടിക്കാൻ നോക്കിയാലും പൊട്ടില്ല. അത് കാരണം തന്നെ ഈ ചലം രക്തത്തിലോട്ട് ഊർന്നു പോവുകയില്ല. നമ്മൾ പലപ്പോഴും ആളുകൾ വിചാരിക്കുന്ന ഒരു കാര്യം, ഈ ഒരു ബ്ലോക്ക് ഇത്രയും വലുതായതിനു ശേഷം, വളരെ വലുതായതിനു ശേഷം രക്തം പോകാതെ ഇരുന്നാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നതെന്നാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതിലും കൂടുതൽ വളരെ കോമൺ ആയി കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊട്ടുന്ന കുരു ഉണ്ടല്ലോ, അതേപോലെയാണ് ഈ ഒരു കാര്യം. ബ്ലോക്കുകൾ പെട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നും ചലം രക്തത്തിലോട്ട് ഊർന്നു പോവുകയും അത് കട്ട പിടിക്കും. ക്ലോട്ട് എന്ന് പറയും. നമ്മുടെ കയ്യിലൊക്കെ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കല്ലേ, ഒരു കറുത്ത നിറത്തിലാകാറില്ലേ, അതുപോലെ കട്ട പിടിച്ച് രക്തത്തിലൂടെ സഞ്ചരിച്ച് വളരെ നേരിയ രക്തക്കുഴലിൽ പോയി ബ്ലോക്കായി ഇതിന് ശേഷം, ഇപ്പോൾ ഹാർട്ടിലാണെങ്കിൽ അപ്പോഴാണ് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ബ്രെയിനിൽ എവിടെയെങ്കിലും നേരിയ ഒരു രക്തക്കുഴലിൽ പോയി ബ്ലോക്ക് ആവണമെങ്കിലാണ് ഒരു സ്ട്രോക്ക് വരുന്നത്. അപ്പോൾ ഈ തരത്തിലാണ് ശരിക്കും സംഭവങ്ങൾ നടക്കുന്നത്. നമ്മൾ ബ്ലോക്കുകളെ കുറിച്ച് തീരെ ഒന്നും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ കൂടെ അതിനെക്കുറിച്ച് പൂർണ്ണമായും ഒരു അറിവില്ല അതിനെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് ഇനിയും മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ബ്ലോക്കുകൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. എളുപ്പം എന്ന് വെച്ചാൽ ഈ 5 കാര്യങ്ങൾ ഫസ്റ്റ് പറഞ്ഞ 5 കാര്യങ്ങൾ, ഒന്ന് ഷുഗർ മാറ്റണം, കൊളസ്ട്രോള്, ഹൈപ്പർ ടെൻഷന്, പുകവലി ഉണ്ടെങ്കിൽ പുകവലി നിർത്തണം, അതേപോലെ തന്നെ
വിറ്റമിൻ ബി കോംപ്ലക്സും നമ്മുടെ ശരീരത്തിൽ തക്കതായ അളവിൽ എത്തേണ്ടതാണ്. അതേപോലെ തന്നെയാണ് മഗ്നീഷ്യം, പൊട്ടാഷ്യം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും എത്തേണ്ടതാണ്. അപ്പോൾ ഡയബറ്റീസ് കുറക്കുന്ന ഒരു ഡയറ്റാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡയറ്റ് ചാർട്ട് എന്ന് പറയുന്നത് ഇതിന് കാരണമായ ഈ അമിതമായ ഷുഗറുകൾ, അമിതമായ റിഫൈൻഡ് ഓയിൽസ് എല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള നല്ലൊരു ഡയറ്റ് ചാർട്ടാണ്. അപ്പോൾ ഇറച്ചിയും മീനും ഒന്നുമല്ല ഈ ഒരു കാരണം ഉണ്ടാക്കുന്നത്. കാരണം LDL, ആ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് പോലും ട്രൈഗ്ലിസറൈഡ് എന്ന് പറയും. മധുരത്തിൽ നിന്നും ഉണ്ടാകുന്ന കൊഴുപ്പാണ് ട്രൈഗ്ലിസറൈഡ്. അപ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന കൊഴുപ്പാണ് ഇതുപോലെ ഡാമേജ് വരുത്തുന്നത്, രക്തക്കുഴലിനെ ഡാമേജ് വരുത്തുന്നത്. പക്ഷേ നല്ല കൊഴുപ്പുകളാണെങ്കിൽ, HDL ആണെങ്കിൽ, നമ്മൾ നല്ല പശുവിൻ പാല്, അതേപോലെ തന്നെ കൊഴുപ്പുള്ള പശുവിൻ പാല്, തൈര്, മോര്, നെയ്യ്, ചീസ്, വെണ്ണ, അതേപോലെ തന്നെ വെളിച്ചെണ്ണ, നട്ട്സ് കഴിക്കുകയാണ്, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ കഴിക്കുകയാണ്, അല്ലെങ്കിൽ ആട്ടിയ എണ്ണകൾ കഴിക്കുകയാണ്, ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനാണ് ഇതൊക്കെ തുനിയുന്നത്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാ ദിവസവും നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട് അല്ലേ. നമ്മളെല്ലാ ദിവസവും ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫാസ്റ്റിംഗ് എന്തിനാണ് പറയുന്നത്? ഈ പറയുന്ന ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഡാമേജുകളും ശരീരത്തിന് ഒരു സമയം കൊടുക്കുകയാണ്, നമ്മൾ ഒരു ചാൻസ് കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള എല്ലാവരുടെ ശരീരം എടുത്തു നോക്കിയാലും ഒന്നും രണ്ടും അല്ല, 10, 15, 20 ബ്ലോക്കുകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടാകും. കാരണം അമേരിക്കയിലൊക്കെ നടന്നിട്ടുള്ള സ്റ്റഡീസിൽ വെറും 5 വയസ്സ് തൊട്ട് തന്നെ ബ്ലോക്കുകൾ ഉണ്ടാവാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ 30 ഈ ഒരു കാലഘട്ടം ഇപ്പോൾ ഇന്നലെയോ മിഞ്ഞാന്നോ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെയാണ് കഴിഞ്ഞ ഒരു മിസ്റ്റർ തമിഴ്നാട് പട്ടം എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ബോഡി ബിൽഡറാണ്. ആളുടെ ശരീരം കണ്ടാലും നമ്മൾ മനസ്സിലാക്കും അത്രയും ഫിറ്റ്നസ് ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ കാര്യമില്ല. കാരണം എന്താണ്? ആന്തരികാവയവങ്ങളിൽ അതേപോലെ തന്നെ രക്തക്കുഴലിലൊക്കെ നല്ല ഹെൽത്ത് വേണമെങ്കിൽ നല്ല ഭക്ഷണങ്ങൾ തന്നെ കഴിക്കണം. ഒരിക്കലും ഈ കഴിക്കുന്ന എപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ്, തെറ്റിദ്ധാരണ ഉള്ള ഒരു കാര്യമാണ്, എന്ത് കഴിച്ചാലും അതിന് തക്കതായ എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാകില്ല എന്നുള്ളത്. അത് ഏറ്റവും വലിയ തെറ്റായ ഒരു ധാരണ തന്നെയാണ്. അത് ഒരു മിഥ്യാധാരണയാണ്, ഒരു തെറ്റിദ്ധാരണയാണ്. അത് തീർച്ചയായും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. വെറും 15% അല്ലെങ്കിൽ 20% മാത്രമാണ് എക്സസൈസ് നമ്മുടെ ശരീരത്തെ സഹായിക്കുകയുള്ളൂ. മറ്റുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്, പക്ഷേ ഈ തരത്തിലുള്ള ഡയബറ്റീസ് പോലെയുള്ള അല്ലെങ്കിൽ ബ്ലോക്കുകൾ പോലെയുള്ള കാര്യങ്ങളൊന്നും മാറ്റാൻ അത് ഒരിക്കലും സഹായിക്കില്ല. അത് ചെറിയൊരു പെർസെൻറ്റേജ് നമ്മുടെ ഡയറ്റ് മാറ്റിയല്ലാതെ വേറൊരു വഴിയില്ല. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഗുഡ് ഫാറ്റുകളൊക്കെ പിന്നെ ഇൻഫ്ലമേഷൻസിനെ കുറക്കാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഫാസ്റ്റിങ്, ഈ പറയുന്ന ഓട്ടോഫേജി എന്ന് പറയുന്നത് നന്നായി സഹായിക്കുന്ന ഒരു കാര്യമാണ്. കണ്ട, ഇവിടെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ കൂടുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സാധാരണ ഉണ്ടാകുന്ന ഒരു ബ്ലഡ് ഫ്ലോ ഇങ്ങനെയാണ്. ഇനി ടെർബുലൻറ്റ് ബ്ലഡ് ഫ്ലോയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? രക്തം തന്നെ തിരിച്ചടിക്കുകയാണ്. ഈ രണ്ടാമത് കാണുന്ന ഫിഗറിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുകയാണ്, അതിൻ്റെ പിന്നെ വാൾസിലോട്ട് തന്നെ തിരിച്ചടിച്ച് അവിടെ ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഹൈപ്പർ ടെൻഷനിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ. ഇതാണ് ഗ്ലൂക്കോസ് നമ്മുടെ ഇതിനുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ. ഇതാണ് നമ്മൾ പറഞ്ഞ അൺസ്റ്റേബിൾ പ്ലേക്ക്, അതേപോലെ തന്നെ സ്റ്റേബിൾ പ്ലേക്ക്. അപ്പോൾ നമ്മൾ 2 തരത്തിലുള്ള കുരു ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ, പെട്ടെന്ന് പൊട്ടുന്നതും ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മുടെ കാര്യത്തെ സൂക്ഷിക്കുന്ന തരത്തിലുള്ളതും ഉണ്ടാകും. അപ്പോൾ ഈ മുകളിൽ കാണുന്നത് വലിയ കുഴപ്പമുള്ള ഒരു ബ്ലോക്കല്ല, പെട്ടെന്ന് പൊട്ടുകയില്ല. ഈ മേലെ കാണുന്ന ഒരു ഫൈബർ ഉള്ള കൊളാജനൊക്കെ ഉള്ള ഒരു പ്ലാക്കാണ്. നല്ല കട്ടിയുള്ള ഒരു കാര്യമാണ്, പെട്ടെന്ന് അത് പൊട്ടുകയില്ല. പക്ഷെ മറ്റുള്ളത്, അതാണ് പറയുന്നത്, വലിയ ബ്ലോക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് പേടിക്കുകയല്ല വേണ്ടത്. വലിയ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത്രയും വലുപ്പത്തിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കട്ടിയുള്ള ഒരു ക്യാപ്പ് ഉണ്ടാകും അതിന്. അതുകൊണ്ട് നമ്മളതിന് വലിയൊരു പേടി വേണ്ട. പക്ഷെ ചെറുതാണെങ്കിൽ നമ്മൾ പേടിക്കേണ്ടതുണ്ട്.
തീർച്ചയായും പേടിക്കേണ്ടതുണ്ട്. കാരണം പെട്ടെന്ന് തന്നെ പൊട്ടി അതിൽ നിന്നും ക്ലോട്ട് വരുന്നു. അപ്പോൾ ഇതൊക്കെ പേടിപ്പിക്കാൻ പറയുന്നതല്ല, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്, നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ അവർ സിദ്ദീഖ് സാറിനെ കുറിച്ച് പറയുന്നത് എന്താണ്, ഒരു തരത്തിലുള്ള ദുശീലങ്ങളുമില്ല, ഒരു തരത്തിലുള്ള ദുശീലങ്ങളുമില്ല, മദ്യപാനമില്ല, അല്ലെങ്കിൽ സ്മോക്കിംഗ് ഇല്ല, അല്ലെങ്കിൽ ആഹാരങ്ങൾ പോലും കുറവായിട്ടാണ് എടുക്കുന്നതെന്ന് പറയാറുണ്ട് അല്ലേ. പക്ഷേ എടുക്കുന്ന ആഹാരങ്ങൾ പോലും പിന്നെ കൂടുതലായി ഈ ഒരു അന്നജം കൂടുതലായി ഉള്ളത് കാരണം തന്നെയാണ് ആ ഒരു ബെല്ലി ഫാറ്റ് വരുന്നത്. ആ ഒരു ബെല്ലി ഫാറ്റ് വരുന്നതും അതിന് പിന്നിലുള്ള ആന്തരിക അവയവങ്ങളിൽ കൊഴുപ്പടിയുന്നതും ഫാറ്റി ലിവർ പോലെയുള്ള ഡിസീസ് ഉണ്ടാകുന്നതും മാത്രമല്ല ബ്ലോക്കുകൾ ഉണ്ടാകുന്നതും. അപ്പോൾ നമ്മുടെ ഡയറ്റും ഈ തരത്തിലുള്ള ഒരു നോർമൽ നമ്മൾ സാധാരണ നാട്ടിൽ കഴിക്കുന്ന ഒരു ഡയറ്റ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ കാണുന്നത് കണ്ടില്ലേ, ഈ കാണുന്നത് ഒരു വലിയ ഒരു ബ്ലോക്ക് ആണെങ്കിൽ കൂടെ പെട്ടെന്ന് പൊട്ടില്ല. മറ്റേത് പൊട്ടുന്നുണ്ട്, പൊട്ടി അതിൽ നിന്നും രക്തത്തിലോട്ട് കട്ടകൾ വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പേടിക്കേണ്ടത്. അപ്പോൾ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് കാർഡിയോവാസ്കുലർ ഡിസീസ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, നമ്മുടെ ഡയറ്റിൽ നമ്മളത് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും സന്തോഷിക്കേണ്ട കാര്യം. അപ്പോൾ നിങ്ങൾ വെറും തടി കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് എത്രയോ ബെനിഫിറ്റ്സ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയി ബ്ലോക്കുകൾ മാറി കിട്ടുന്നുണ്ട്. ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടുന്നുണ്ട്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് PCOD ഉണ്ടെങ്കിൽ അതും മാറി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എയിം എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങൾ ആ ഒരു പരസ്യം കണ്ടത് തടി കുറയ്ക്കണം എന്നുള്ളത് കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ കൂടെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. യൂറിക് ആസിഡ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നുണ്ട്, പിന്നെ ഈ ബ്ലോക്കുകൾ മാറുന്നുണ്ട്, അങ്ങനെ എല്ലാ തരത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നല്ലൊരു ആരോഗ്യത്തിലോട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളത് ഫസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടെ നിങ്ങളത് തീർച്ചയായും തുടർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം സ്റ്റഡി പേപ്പേഴ്സാണ്. എന്തായാലും നമുക്ക് ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സെഷനിലോട്ട് പോകാം, ചോദ്യോത്തര സെഷനിലോട്ട് പോകാം, ചോദിക്കാവുന്നതാണ്. ഗുഡ് ഈവനിങ് മാഡം. ഒരു മിനിറ്റ് ഇതൊന്ന് കേട്ടെ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. തീർച്ചയായും ഹാർട്ട് അറ്റാക്ക് വന്ന് ഡെത്തായ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് അത് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ ഈ ഡയറ്റ് ഫോളോ മാത്രമല്ലല്ലോ. ഞാൻ ഇന്നുകൂടെ എൻ്റെ പിന്നെ മദറിനായിട്ട് ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണിത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു സംഭവമാണ്. നമുക്ക് നാട്ടുകാരെ പറയാൻ പറ്റില്ല, അതേപോലെ തന്നെ നമ്മുടെ ട്രഡീഷൻസിനെ നമുക്ക് പിന്നെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ പറഞ്ഞ പ്രസവത്തിന് മുന്നേ പോലും കുട്ടികൾ വളരെ സ്കെൽറ്റനായിട്ടിരിക്കുന്ന കുട്ടികളായിരിക്കും, വളരെ മെലിഞ്ഞുണങ്ങിയ കുട്ടികൾ. അപ്പോൾ ഇത് പ്രസവശേഷം പിന്നെ അമ്മായിയമ്മയുടെ വീട്ടിലെത്തി കഴിഞ്ഞാൽ എന്താണ് നിനക്കൊന്നും തിന്നാൻ തന്നില്ലേ, കുടിക്കാൻ തന്നില്ലേ എന്നുള്ളൊക്കെ ചോദ്യങ്ങളൊക്കെ പേടിച്ചാണ് ഇങ്ങനെ ഭക്ഷണം കഴിപ്പിക്കുന്നതും അതേപോലെ തന്നെ കൂടുതലും ചോറും കഞ്ഞിയൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ട്രഡീഷനല്ല നമ്മളപ്പോൾ നോക്കേണ്ടത്, നമ്മുടെ ആരോഗ്യമാണ്. ഇപ്പോൾ നമ്മൾ ഒന്ന് യൂറോപ്യൻസിനെ നോക്കുകയാണ്. ഫുട്ബോൾ കാണുന്നവരാണെങ്കിൽ ലയണൽ മെസ്സിയുടെ വൈഫിനൊന്ന് എടുത്ത് നോക്കുക. ആള് മൂന്ന് മക്കളെ പിന്നെ ജനനം കൊടുത്ത ഒരു സ്ത്രീയാണ്. ഓരോ ബർത്തിന് ശേഷവും പെട്ടെന്ന് തന്നെ ജിമ്മിലോട്ട് പോവുകയും നല്ല ഡയറ്റ് കഴിക്കുകയും എക്സസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്ത് ആളുടെ ശരീരം നല്ല തരത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫുഡ് എന്ന് പറയുന്നത്
തീർച്ചയായും സ്നേഹം കൊടുക്കുന്നത് ഫുഡിലൂടെ തന്നെയാണ്. പക്ഷേ നമ്മൾ അങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ട്രഡീഷനും വേണ്ട, ഒരു തരത്തിലുള്ള ഫുഡുകളും വേണ്ട. നല്ല ആരോഗ്യം തരുന്ന നല്ല ഫുഡുകൾ തന്നെയാണ് കൊടുക്കേണ്ടത്. തീർച്ചയായും കുറച്ച് കഷായങ്ങളൊക്കെ നല്ലത് തന്നെയാണ്, ഉള്ളി വരട്ടിയിട്ടുള്ള പല ലേഹ്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അമിതമായി ഈ ചോറ് കൊടുത്ത് തടിപ്പിക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ചെയ്യേണ്ടതല്ല, ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. കാരണം ചില കുട്ടികൾക്ക് അത് പുറത്തോട്ട് തടി കാണിച്ചില്ലെങ്കിൽ കൂടെ ഉള്ളിലുള്ള അവയവങ്ങളിൽ ഈ പറയുന്ന പോലെ ഓവറീസിലും ലിവറിലും ഒക്കെ കൊഴുപ്പടിയിലും അതേപോലെ തന്നെയാണ് ഡാമേജ് ഉണ്ടാകുന്നത്. ഈ പറഞ്ഞ രക്തക്കുഴലിലെല്ലാം ഡാമേജ് ഉണ്ടാകുകയും ബ്ലോക്കുകൾ ഉണ്ടാകുകയും അത് കാരണം ലൈഫ് ലോങ് സഫർ ചെയ്യുന്ന അല്ലെങ്കിൽ അത് കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ തീർച്ചയായും അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് അങ്ങനെ ഇങ്ങനെ പോസ്റ്റ്നേറ്റൽ കെയർ കഴിഞ്ഞതിന് ശേഷമാണ് ഫാറ്റി ലിവർ കണ്ടത്. മൈൽഡ് ഫാറ്റി ലിവർ എന്നാണ് കണ്ടത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായി ഒബേസ് ആയി. പക്ഷെ ഇവിടെ വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഇത് പിന്നെ മിക്കവാറും ജനറ്റിക് കോസസ് ആയിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള മരുന്ന് കഴിച്ചിട്ടായിരിക്കും, ഇങ്ങനെയൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ ഒരിക്കലും അതല്ല. നമുക്ക് 90% ഞാൻ കണ്ടിട്ടുള്ള എല്ലാ കേസുകളിലും ഫുഡ് തന്നെയാണ്. തീർച്ചയായും ഓട്ടോ ഇമ്മ്യൂൺ കേസസ് ഉണ്ട്, ഫാറ്റി ലിവറിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്, വൈറസുകളുണ്ട്, പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ കേസുകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഏറ്റവും മെജോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് തന്നെയാണ്. അപ്പോൾ പോലും ജനറ്റിക്സിൽ ഉണ്ടെങ്കിൽ കൂടെ എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ജനറ്റിക്സിൽ എല്ലാം എഴുതി വെച്ചിട്ടുള്ളത് എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ്, എക്സസൈസ്, ഡയറ്റൊക്കെ വെറുതെ ഡയറ്റിനെ കുറിച്ച് ഒരു ചെറിയൊരു പോർഷൻ എഴുതിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഡയറ്റ് തന്നെ നമ്മൾ മെയിനാക്കി എടുത്ത് നമ്മളത് ഇപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ ഡയറ്റ് ഫോളോ ചെയ്യുന്ന എല്ലാവരും ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാകും. ഡയറ്റ് ചില സമയത്ത് പലവർക്കും ഞാൻ എക്സസൈസ് പറയാറില്ല, നിങ്ങൾ ഡയറ്റ് മാത്രം ചെയ്താൽ മതി എന്നാണ് പറയാറുള്ളത്. അവർക്ക് പോലും പക്ഷേ എന്ത് നടക്കാറുണ്ട്, ക്യൂർ അല്ലെങ്കിൽ ആ ഒരു ശരീരത്തിലെ പല സിംറ്റംസും മാറി എല്ലാ പാരാമീറ്റേഴ്സും നല്ല രീതിയിൽ തന്നെ മാറുകയും ആരോഗ്യം വീണ്ടെടുക്കാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതാണ് എയിം ചെയ്യേണ്ടത്. എത്ര തന്നെ ജനറ്റിക്സിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ എപ്പിജെനറ്റിക്സ് നമ്മുടെ കൺട്രോളിലുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ പറ്റും. ചോദിച്ചോളൂ മാഡം. ഫ്രൂട്ടിൻ്റെ കേസ് അല്ലേ? ഫ്രൂട്ട്സ് തീർച്ചയായും നല്ലൊരു കാര്യമാണെങ്കിൽ കൂടെ അതിലും ഉള്ളത് പിന്നെ 12% ഒട്ടുമിക്ക ഫ്രൂട്ട്സിലും ഷുഗേഴ്സ് ഉള്ളൂ. പക്ഷേ അതും കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രക്ടോസ് എന്ന് പറയുന്നതും പെട്ടെന്ന് തന്നെ രക്തത്തിലോട്ട് കയറുകയും ഇൻസുലിൻ റെസിസ്റ്റൻസിന് ഒരു കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ദിവസം ഒരു ഫ്രൂട്ട് കഴിച്ചാൽ മതിയാകും. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ നമ്മൾ കൂടുതലൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ദിവസം ഒരു ഫ്രൂട്ട് കഴിച്ചാൽ മതി. ഞാൻ ഫ്രൂട്ടിനോട് തീരെ അത് പ്രൊമോട്ട് ചെയ്യാറില്ല, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാറേ ഇല്ല. കാരണം ഫ്രൂട്ടിന് എൻ്റെ സ്പീച്ചിൽ നിന്ന് ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഫ്രൂട്ടിൻ്റെ പിന്നാലെ പോകും. ഫ്രൂട്ട് ബൗള്, രാത്രി ഫ്രൂട്ട് മതി, രാവിലെ ഫ്രൂട്ട് മതി എന്നുള്ള രീതിയിലോട്ട് പോകും. പക്ഷേ അതിലും നല്ല ഫുഡുകളാണ് പച്ചക്കറികളും ഇറച്ചിയും മീനും മുട്ടയും ഡയറി പ്രൊഡക്ട്സും പരിപ്പും പയറും കടലൊക്കെ. പക്ഷെ ഡയറ്റ് പ്ലാനിൽ ഫ്രൂട്ട് പറയണ്ടല്ലോ, ജ്യൂസ് തീർച്ചയായും പറയുന്നുണ്ട്. ഒരൊറ്റ ഫ്രൂട്ട്, ദിവസം ഒരു ഫ്രൂട്ട്, അത് പിന്നെ അത്രയും നിർബന്ധം പിടിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് തീർച്ചയായും. പക്ഷേ അതിൽ വിറ്റമിൻ സി അധികമുള്ള ഫ്രൂട്ടുകളാണെങ്കിൽ നല്ലത് തന്നെയാണ്. ഹലോ സർ, ഒരു വൈറ്റമിൻ്റെ കാര്യം പറഞ്ഞത് ബ്ലോക്ക് ഉണ്ടാക്കാൻ നല്ലതാണെന്ന് പറഞ്ഞത്. വിറ്റമിൻ ബി കോംപ്ലക്സ് കഴിച്ചു കഴിഞ്ഞാൽ അതിനെ തടയാൻ സഹായിക്കും. അത് നമ്മൾ ഗുളിക രൂപത്തിലാണോ അതോ ഫുഡിനകത്തു നിന്നാണോ എടുക്കേണ്ടത്? ഫുഡിനകത്തു നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഈ പറയുന്ന പോലെ പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന ഡയറ്റ് എടുക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ രോഗികളായി വരുന്നവരാണെങ്കിലും ആ ഒരു സ്റ്റേജ് കടന്നിട്ടുണ്ടാവും. നമ്മൾ ആ ഫുഡ് കൊടുക്കുമ്പോഴേക്കും ശരീരത്തിന് അത് മതിയാകില്ല, അതിൽ നിന്നും കിട്ടുന്നത് മതിയാകില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സപ്ലിമെൻറ്റ്സ് കൊടുക്കാറുണ്ട്. മരുന്നുകൾ 1 മാസം എടുത്ത് ശരീരത്തിന് നല്ലൊരു സപ്പോർട്ടും ഒരു ബൂസ്റ്റുമായി അത് കൊടുത്തതിന് ശേഷം പിന്നെ അടുത്ത മാസം തൊട്ട് ഫുഡ് എടുക്കുമ്പോഴൊക്കെ മതിയായി വരുന്നുണ്ട്. അതിൽ നിന്നും കിട്ടുന്നത് തന്നെ ശരീരത്തിന് മതിയായി വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഡൗട്ട്, ഈ മുട്ട കഴിക്കില്ല നമ്മൾ, ഒരു ദിവസം എത്ര മുട്ട കഴിക്കണമെന്നുണ്ടോ? ഒരു ദിവസം 5-6 മുട്ട വരെ കഴിക്കാം, അതിലും കൂടുതൽ കഴിക്കാൻ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് മുട്ട എന്തായാലും മട്ടിക്കും.
പക്ഷേ മുട്ട എത്ര കഴിക്കുന്നുണ്ടോ അത്രയും തന്നെ എല്ലാ തരത്തിലുള്ള വെജിറ്റബിൾസും, ഉരുളൻകിഴങ്ങും കപ്പക്കിഴങ്ങും അല്ലാത്ത മറ്റുള്ള എല്ലാ വെജിറ്റബിൾസും ചേർത്ത് അത്രയും തന്നെ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ കഴിക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് നല്ല ഫാറ്റുകൾ, വെളിച്ചെണ്ണ പോലെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഹലോ സർ. പറഞ്ഞോളൂ മാഡം. ഞാൻ ജൂലൈ 21-നാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് 6 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ മാഡം. പിന്നെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പൊ മാറി. നല്ല കാര്യം. ഇപ്പൊ 2 ദിവസമായിട്ട് എനിക്ക് ചെറിയൊരു ഇതുള്ളത്, അതായത് എനിക്കൊരു മോന്റെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ 15 വർഷമായി ഡെലിവറി കഴിഞ്ഞത്. അപ്പൊ മലദൂരത്തിന്റെ ഭാഗത്ത് ഒരു പഴത്തിന്റെ ചെറിയൊരു ഇത് വന്ന് നിൽക്കുന്നത്. അപ്പൊ ഡോക്ടറിന് കുഴപ്പമില്ല, നോർമൽ ഡെലിവറി ആയിരുന്നു. ഇപ്പൊ ആ ഭാഗത്ത് നിന്നിട്ട് 2 ദിവസമായിട്ട് ഭയങ്കര ഒരു പൈൽസിന്റെ ആണോ എന്താണെന്ന് അറിയില്ല. നമ്മൾ ഈ കോഴിമുട്ട സ്ഥിരം കഴിക്കണോണ്ട് പൈൽസ് വരാൻ സാധ്യതയുണ്ടോ? കോഴിമുട്ട കഴിക്കുന്നത് കൊണ്ട് പിന്നെ പൈൽസ് ഉള്ളവരാണെങ്കിൽ അവിടെ ഒരു ഇറിറ്റേഷൻ, ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം പലപ്പോഴും അതിൽ എണ്ണ കുറവായത് കാരണം തന്നെ അത് ചെറുതായിട്ടൊരു കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ മുട്ട കഴിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പിത്തം ഉൽപ്പാദനം കൂടുതലാവുകയും ആ പിത്തം നമ്മുടെ പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് കൂട്ടുന്നത് കാരണം നമുക്ക് സുഖകരമായിട്ടുള്ള ഒരു മോഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം. ഹലോ സാർ. ഹലോ മാഡം. ഞാൻ ഇപ്പൊ ഡയറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയാവുന്നു. അപ്പൊ എനിക്ക് കുറച്ച് ദിവസം സുഖമില്ലാത്തതുകൊണ്ട് 2-3 ദിവസം ഞാൻ ഡയറ്റ് നിർത്തിയായിരുന്നേ. ഇപ്പൊ എന്താന്ന് വെച്ചാൽ എനിക്ക് PCOD ഉണ്ട്. അപ്പൊ PCODക്ക് മെഡിസിൻ ഉണ്ടായിരുന്നു, മെറ്റ്ഫോമിനും പിന്നെ ഫോളിക് ആസിഡും കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഡയറ്റ് എടുക്കുന്നത് കൊണ്ട് ഞാൻ അതും സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. കാരണം മെറ്റ്ഫോമിനെ മാത്രം നമ്മൾ ആശ്രയിക്കുന്നത് ഒരു തെറ്റാണ്. കാരണം നമ്മൾ ഡയറ്റ് മാറ്റാതെ മെറ്റ്ഫോർമിന് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അസുഖങ്ങളെയും മാറ്റിത്തരുന്നു നമ്മളത് വിശ്വസിച്ച് നമ്മൾ എല്ലാ തരത്തിലുള്ള ഫുഡുകളും കഴിച്ച്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ജിലേബി, കല്യാണത്തിന് പോയി ജിലേബിയോ പിന്നെ ഗുലാബ് ജാമുനൊക്കെ കഴിച്ച് അതിൻ്റെ കൂടെ 2 മെറ്റ്ഫോമിന് അധികം കഴിക്കും. അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മെറ്റ്ഫോമിൻ്റെ കൂടെ ഈ ഒരു ഡയറ്റ് ചെയ്ത് മെറ്റ്ഫോമിനെ നിങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നുകൂടെ സേഫായുള്ള രീതിയിൽ തന്നെ ഈ രോഗങ്ങളെ മാറ്റാനും പറ്റും, വെയിറ്റ് ലോസും സംഭവിക്കും. അതോടൊപ്പം ഒരു 2 മാസത്തിന് ശേഷം നിർത്താവുന്നതാണ്, മെറ്റ്ഫോമിൻ എടുക്കുന്നത് നിർത്താവുന്നതാണ്. കൃത്യമായിട്ട് ഡയറ്റോട് കൂടെ തന്നെ കുറച്ച് പിന്നെ ഒരു 4 മാസം മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ എനിക്കിപ്പോ എക്സസൈസ് ചെയ്യുമ്പോൾ വയറിനൊക്കെ ചെറിയൊരു പെയിൻ ഉണ്ടേ. അപ്പൊ ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, സ്റ്റേജ് 2 ആയിരുന്നു. അപ്പോൾ എക്സസൈസിന്റെ ആണോ അതെന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ടായിരിക്കുമോ? അത് എന്തുമാകാം. അപ്പോൾ എന്തായാലും ഒരാഴ്ചത്തേക്ക് എക്സസൈസ് നിർത്തിവെച്ചോ, വളരെ മൈൽഡായുള്ള എക്സസൈസ് ചെയ്താൽ മതി. ഞാൻ സാധാരണ എല്ലാവരോടും പറയാറുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് കൂടുതൽ ഫാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായി വിയർത്തുകൊണ്ടുള്ള എക്സസൈസ് ഒന്നും ചെയ്യണ്ട. പതുക്കെ എക്സസൈസ് ചെയ്യുക. ഫസ്റ്റ് ശരീരം ഇതൊക്കെ അബ്സോർബ് ചെയ്യട്ടെ, നമ്മുടെ ശരീരത്തിലുള്ള ഈ ബ്ലോക്കുകളൊക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് ചുങ്ങട്ടെ. എന്നിട്ട് ഒരു 1-2 മാസം കഴിഞ്ഞിട്ട് നന്നായി എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, പിന്നെ ഒരു 30 വയസ്സാകുമ്പോഴേക്കും അല്ലെങ്കിൽ 25 വയസ്സാകുമ്പോഴേക്കും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 18 വയസ്സ് വരെ നമ്മൾ സ്കൂളിലൊക്കെ നന്നായി പിന്നെ കളിക്കുന്നവരായിരിക്കാം. ഫുട്ബോൾ ആണെങ്കിലും റണ്ണിങ് ആണെങ്കിലും അത്ലറ്റിക്സ് ആണെങ്കിലൊക്കെ നന്നായി ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ജോലി സമ്മർദ്ദം കാരണം അല്ലെങ്കിൽ കോളേജ് സമ്മർദ്ദം അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം കാരണം പലപ്പോഴും അതൊക്കെ വിട്ട് നമ്മൾ ഫുഡിനെ കുറിച്ചും എല്ലാവർക്കും ഒരു ബോധവൽക്കരണം ഇല്ലാത്തത് കാരണം എല്ലാം വാരി വലിച്ച് കഴിച്ച് ഈ തരത്തിലുള്ള ബ്ലോക്കുകളൊക്കെ നല്ല അതിൻ്റെ ഒരു മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് പെട്ടെന്നായിരിക്കും നമ്മുടെ ലൈഫൊക്കെ ഒന്ന് സെറ്റിലാവുന്നതും. അതേപോലെ തന്നെ നമുക്ക് ഇതിനൊക്കെ ഒരു സമയം കിട്ടും, എന്തായാലും ജോഗിങ്ങിന് പോകാനോ അല്ലെങ്കിൽ ജിമ്മിന് പോകാനൊക്കെ ഒരു സമയം കിട്ടും. അപ്പോൾ ആ ഒരു സമയം പെട്ടെന്ന് തന്നെ യൂസ് ചെയ്ത് ഒരു ദിവസം പെട്ടെന്ന് ഒരു പ്രഭാതത്തിൽ പോയി ജിമ്മ് വെയ്റ്റ്സൊക്കെ എടുത്ത് കഴിയുകയാണെങ്കിൽ പലപ്പോഴും ആ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈ ബ്ലോക്കുകളെ പൊട്ടിക്കും. ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ പൊട്ടി അതിലുള്ള ചലം പുറത്തോട്ട് വരികയും അങ്ങനെ പലപ്പോഴും കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട്. കുഴഞ്ഞു വീണ് മരിക്കുക എന്ന് മാത്രമേ പറയുള്ളൂ. ഇത് ബ്ലോക്ക് പൊട്ടി. അപ്പോൾ പറഞ്ഞോളൂ. പറഞ്ഞോളൂ ചോദിച്ചോ. കേൾക്കുന്നുണ്ട്. ഞാനിപ്പം തുടങ്ങിയിട്ട് 3 ദിവസം
അതായത് ഒരാഴ്ചയായി. ഓക്കെ മാഡം. അപ്പൊ അതിനകത്ത് ഈ ഫിഷ് ഒക്കെ കറി വെച്ച കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ എണ്ണയില്ലാതെ എയർ ഫ്രയറിനകത്ത് വറുത്ത മീൻ നമുക്ക് കഴിക്കാൻ പറ്റും? അങ്ങനെ വേണ്ട, എണ്ണക്കൊരു കുഴപ്പമില്ല. എണ്ണ കഴിക്കണം, എണ്ണ കഴിക്കുക തന്നെ വേണം. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. നല്ല എണ്ണകൾ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കും. നല്ല എണ്ണകൾ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കും. ഒലിവ് ഓയിൽ പോലെയുള്ള, വെളിച്ചെണ്ണ പോലെയുള്ള, അല്ലെങ്കിൽ നെയ്യ്, പാലൊക്കെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കും. അത് കഴിക്കുക തന്നെ വേണം. അത് ഒഴിവാക്കിയിട്ടുള്ള വേറെ കളി വേണ്ട. ഹലോ സാർ. ഹലോ സാർ. ഓ പറഞ്ഞോളൂ. കേൾക്കാമോ? ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സാറേ ഞാനേ 2 ദിവസമായിട്ടുള്ള ഇപ്പൊ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ. അപ്പൊ എനിക്ക് ഒരുപാട് വെള്ളം, ഇതിക്ക് മുന്നും നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ രാവിലെ ഇങ്ങനെ കളി ഉണ്ടായിരുന്നു, ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓഫീസ് ടൈമിലായാലും ഇരിക്കുമ്പോ ഇങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ച് ഡയറ്റ് എടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് കൂടുതൽ വെള്ളം അങ്ങനെ കുടിക്കാനുള്ള ടെൻഡൻസി വന്നോണ്ടിരിക്കുക. അപ്പൊ ഡയറ്റിന്റെ ആ മാഡം പറഞ്ഞിരുന്നത് എന്റെ ബോഡി വെയിറ്റിനനുസരിച്ച് ഒരു ദിവസം 2 ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടതെന്ന് പറഞ്ഞത്. വെള്ളം അധികമായി കുടിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് പറയാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ തീർച്ചയായും വെള്ളം അധികമായി കുടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നമുക്ക് ഏറ്റവും ആവശ്യമുള്ള മിനറൽസ് പോയി പലപ്പോഴും ദാഹിക്കുന്നുണ്ടെങ്കിൽ കൂടെ വെള്ളത്തിന് വേണ്ടിയിട്ടല്ല ദാഹം ഉണ്ടാകുന്നത്. മിക്കവാറും ദാഹം ഉണ്ടാകുന്നത് ഇലക്ട്രോലൈറ്റ്സിന് വേണ്ടിയിട്ടാണ്. പലതരത്തിലുള്ള സോഡിയം, പൊട്ടാഷ്യം, മഗ്നീഷ്യം, മിനറൽസ്, ഇതെല്ലാറ്റിനും വേണ്ടിയിട്ടായിരിക്കും ദാഹം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ഒരു ORS സൊല്യൂഷൻ നമ്മൾ വാങ്ങിച്ച് കലക്കി കുടിക്കുന്നത്. അതേപോലെ തന്നെ മഗ്നീഷ്യം, പൊട്ടാഷ്യം സിട്രേറ്റ് സപ്ലിമെൻറ്റ്സ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് പിന്നെ ഒന്ന് ഫോളോ അപ്പ് ടീമിനോട് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ഒരു സപ്ലിമെൻറ്റ്സ് എഴുതി തരാവുന്നതാണ്. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. ദാഹം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിൻ്റെ കുറവുണ്ടാകും. അതൊന്ന് മനസ്സിലാക്കും. മധുരം ചേർക്കണ്ട, ഇപ്പം മധുരം ചേർക്കണ്ട. ഫ്രഷ് ജ്യൂസുകൾ മാത്രം കുടിച്ചാൽ മതി. പറഞ്ഞോളൂ. ഹലോ സാറേ, ഡയറ്റ് ഷുഗർ ഉണ്ട്. ഓക്കെ. ഹലോ. ഓ പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. സാറേ പിന്നെ എനിക്ക് ഷുഗർ പേഷ്യന്റ് ആണ് ഞാന്. ഓക്കെ സാർ. 1 മാസത്തോളായി ഡയറ്റ് തുടങ്ങിയിട്ട് ഒരു 6 കിലോ കുറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം. തുടക്കത്തില് ഷുഗർ നോർമലായിട്ട് കുറച്ച് മരുന്ന് നിർത്തിയിരുന്നു. ഇപ്പൊ കുറച്ച് ഷുഗർ കൂടി വരികയാണ്. ഫാസ്റ്റിംഗ് ആണോ കൂടുന്നത്? ഫാസ്റ്റിംഗ് കൂടും. കാരണം ഫാസ്റ്റിംഗ് ടൈമിലാണ് ഈ പറഞ്ഞ ഫാസ്റ്റിംഗ് ടൈമിൽ നമ്മുടെ ലിവർ തന്നെ, കരൾ തന്നെ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കെടുക്കുന്ന കൊഴുപ്പിനെ തിരിച്ച് ഷുഗറാക്കി മാറ്റും. നമ്മുടെ ശരീരത്തിൽ ഈ കിടക്കുന്ന കൊഴുപ്പുകളൊക്കെ ഷുഗറിൽ നിന്ന് വന്ന കൊഴുപ്പുകളാണല്ലോ. അപ്പോൾ ലിവർ എന്താണ് ചെയ്യുന്നത്? ഇതിനെ, ഈ ഒരു കൊഴുപ്പിനെ ഷുഗറാക്കി മാറ്റിയിട്ട് ശരീരത്തിൽ നിന്നും അതിനെ എനർജിയാക്കി പുറന്തള്ളും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു ഗ്ലൂക്കോനിയോജനസിസ് നല്ല കാര്യമാണ്. നിങ്ങളുടെ കൊഴുപ്പ് അലിഞ്ഞു പോകുന്നില്ലേ, അത് ഈ ഒരു പ്രവർത്തനത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അപ്പോഴും പോകുന്ന സമയത്ത് തിരിച്ച് ഷുഗർ ആകുന്ന സമയത്ത് രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുതലുണ്ടാകും. അതുകൊണ്ടാണ് മുന്നേ പറഞ്ഞ മാഡത്തിനോട് ഞാൻ പറഞ്ഞത് മെറ്റ്ഫോമിൻ കഴിക്കുകയാണെങ്കിൽ നല്ലതാണെന്ന്. കാരണം ആ വരുന്ന ആ ഒരു അളവ് ഒന്ന് കട്ട് ഷോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ സർ ഇത് കണ്ടിന്യൂ ചെയ്യണം. ഇത് കണ്ട് പേടിക്കാൻ പാടില്ല, കണ്ടിന്യൂ ചെയ്യണം. മെറ്റ്ഫോമിൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണ്. അത് സർ കണ്ടിന്യൂ ചെയ്യുക. ഒരു 2 മാസം കൂടെ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം ശരീരത്തിൽ കൊഴുപ്പൊക്കെ പോയതിന് ശേഷം, കരളിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പ് പോയതിന് ശേഷം അത് നോർമലാകും. ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് നോർമലാകും കേട്ടോ. ഭക്ഷണത്തിന്റെ രീതി മാറുമോ? മാറ്റണ്ട. അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ചോദിച്ചോളൂ. താങ്ക് യു. ചോദിച്ചോളൂ സാർ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ സാർ. അഖിൽ സാർ. ഹലോ.
ഡോക്ടറെ എനിക്ക് വെയിറ്റ് കുറയുന്നില്ല. ഞാനിപ്പോ ഒരു 10-25 ദിവസമായിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ. പലരും പറയുന്നത് എനിക്ക് ബോൺ വെയിറ്റ് കൂടുതലാണെന്നാ പറയണത്. ഇഞ്ച് ലോസ് ഉണ്ടോ സാറിന്? ഇഞ്ച് ലോസ് ഉണ്ടോ? നമ്മുടെ കൈയിന്റെ വണ്ണം അല്ലെങ്കിൽ ചെസ്റ്റിന്റെ വണ്ണം, ബട്ടക്സിന്റെ വണ്ണം ഒക്കെ കുറഞ്ഞിട്ടുണ്ടോ? കേൾക്കുന്നില്ല. ഇഞ്ച് ലോസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ചെസ്റ്റിന്റെ സൈസ്, ബട്ടക്സിന്റെ സൈസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒന്നും കുറഞ്ഞിട്ടില്ല. എനിക്ക് അത് തന്നെ ശരീരം ജസ്റ്റ് ഒന്ന് ചൊട്ടിയിട്ടേ ഉള്ളൂ. പക്ഷെ ഇത് തന്നെ എല്ലാരും പറയുന്നത്, പക്ഷെ വെയിറ്റ് ലോസ് ആവുന്നില്ല. ഫുഡ് കഴിച്ചാലും ഇല്ലെങ്കിലും വെയിറ്റ് ഒരേ ലോറ തന്നെ നിൽക്കുകയാണ്. കുഴപ്പമില്ല. ഇനി നമ്മൾ കുറച്ച് പോർഷൻ കൺട്രോൾ ചെയ്യുക കേട്ടോ. കഴിക്കുന്ന അളവ് കുറച്ച് കൊണ്ടുവന്നിട്ട് ഇനിയും ഒരു 2 മാസം. പക്ഷെ ഫുഡിനോട് അങ്ങനെ വലിയ താല്പര്യവും ഇല്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഒരു കൺസൾട്ടേഷൻ എടുത്തോ. ഫോളോ അപ്പ് ടീമിനോട് ചോദിച്ച് എന്നെ ഒന്ന് കണക്ട് ചെയ്യാൻ പറയും കേട്ടോ. ഓക്കെ സർ. ഓക്കെ സർ. ഹലോ, പറഞ്ഞോളൂ മാഡം. ഈ കോൺഫ്ലെക്സും ഓട്സും കഴിക്കുന്നോണ്ട് നല്ലതാണോ അല്ലെങ്കിൽ കഴിക്കരുതെന്നാണോ? നല്ലതല്ല. ചോറ് പോലെ തന്നെയാണ്. നമ്മളത് മുന്നേ ഉള്ള ഒരു ക്ലാസ്സിൽ എടുത്തതാണ്. തീർച്ചയായും ചോറ് പോലെ തന്നെയാണ്. അതിലും ഉള്ള ഈ ഒരു ഷുഗർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 70% തന്നെയാണ്. അത് ഗ്ലൈസിമിക് ഇൻഡെക്സ് രക്തത്തിലോട്ട് പെട്ടെന്ന് ഷുഗർ കയറുന്നത് പിന്നെ കുറവാണെങ്കിൽ കൂടെ അതിലുള്ളത് ആ ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിലുള്ള ഗുണം തന്നെയാണല്ലോ നമ്മുടെ ശരീരത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ പതുക്കെ കയറിയാലും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. സ്റ്റോറേജ് അങ്ങനെ തന്നെ നടക്കും. ഫൈബർ ആണ് വെയിറ്റ് ലോസിന് ഒരുപാട് സഹായിക്കുന്നു പറയുന്നുണ്ടല്ലോ. ഇല്ല, അത് സോളിബിൾ ഫൈബർ അല്ല, അത് ഇൻസോളിബിൾ ഫൈബർ ആണ്. അതാണ് അതിനെക്കുറിച്ച് പൂർണ്ണമായി അറിയാത്തത് കാരണമാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. പറഞ്ഞോ. ഹലോ കേക്കാവോ? നിഖിൽ സാർ പറഞ്ഞോളൂ. ഹലോ. അപ്പൊ ഞാൻ കഴിഞ്ഞ ജൂലൈ 19 സ്റ്റാർട്ട് ചെയ്താണ്. ഓക്കെ സാർ. അപ്പൊ എനിക്ക് അപ്പൊ ഒരു 98 ആയിരുന്നു വെയിറ്റ്. അത് ഒരാഴ്ച കഴിഞ്ഞപ്പം 1 kg കുറഞ്ഞ് ഇങ്ങനെ വന്നതുകൊണ്ട് ഇപ്പം തിരിച്ച് 98, 99 വന്നിട്ടുണ്ട്, പോകുന്നുണ്ട്. പക്ഷേ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഫുഡൊക്കെ അങ്ങനെ തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ പോകുന്നത്. ഓക്കെ. ഇതിൽ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ സംഭവിക്കുന്ന ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ കൊഴുപ്പ് ഷുഗറായി മാറുന്നുണ്ട് അല്ലേ? ശരീരത്തിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് കൊഴുപ്പ് ഷുഗറായി മാറിയിട്ടാണ് എനർജിയായി പോകുന്നത്. ഇൻ കേസ് അത് എനർജിയായി പോകുന്നില്ലെങ്കിൽ, ബ്ലഡിൽ തന്നെ കിടക്കുന്നുണ്ടെങ്കിൽ ശരീരം പേടിക്കും. കാരണം ഷുഗർ ബ്ലഡിൽ കിടക്കേണ്ട ഒരു കാര്യമല്ല. അത് എനർജിയായി പോകുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻസുലിൻ എന്ത് ചെയ്യും? അതിനെ തിരിച്ച് കൊഴുപ്പാക്കി മാറ്റും. അപ്പോൾ കൊഴുപ്പ് ഷുഗറാക്കി മാറ്റിയിട്ട് എന്നിട്ട് പിന്നെയും തിരിച്ച് അത് കൊഴുപ്പായി മാറണം. അപ്പോൾ ആ ഒരു സൈക്കിൾ, ആ ഒരു വിഷ്യസ് സൈക്കിളിൽ നിന്നും നമ്മുടെ ശരീരത്തിനെ പുറത്തോട്ട് കൊണ്ടുവരണം. അപ്പോൾ എന്തായാലും സാറ് ഫോളോ അപ്പ് ടീമിനോട് ചോദിച്ച് എൻ്റെ ഒരു കൺസൾട്ടേഷൻ വാങ്ങിക്കോ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ശരീരത്തിന് ഒരു ബൂസ്റ്റർ വേണം, ഒരു സഹായം വേണം. നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ള കുറച്ച് സപ്ലിമെൻറ്റ്സ് വേണം. ഏറ്റവും മെയിൻ omega-3 തന്നെയാണ്, കോഡ് ലിവർ ഓയിലാണ്. അതോടൊപ്പം കുറച്ച് എക്സ്ട്രാ ഞാൻ എന്തായാലും പ്രിസ്ക്രൈബ് ചെയ്ത് തരാം. പറഞ്ഞോളൂ സാർ. രാജേഷ് കുമാർ സാർ പറഞ്ഞോളൂ. ഞാൻ ഇന്നാണ് ആക്ച്വലി കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ സാർ. അപ്പം എൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഹൈ ബ്ലഡ് പ്രഷറാണ്. ഓക്കെ സാർ. അപ്പോൾ മറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ല. പക്ഷേ ഈ ബ്ലഡ് പ്രഷർ നമ്മുടെ ഡയറ്റ്, ബോഡി വെയിറ്റ് കുറച്ച് കൂടുതലാണ്. 180 ആണ് എൻ്റെ ഹൈറ്റ്, 92.5 ആണ് വെയിറ്റ് വരുന്നത്. മെയിനായിട്ട് എനിക്ക് കിട്ടുന്ന കംപ്ലീറ്റ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ബോഡി ഓവർ വെയിറ്റ് കൊണ്ടാണ് എൻ്റെ ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിന് വരിക എന്നുള്ളതാണ്. തീർച്ചയായും അത് കുറയാനുള്ള എല്ലാ സാഹചര്യങ്ങളും വെയിറ്റ് കുറഞ്ഞാലുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ തന്നെ നമ്മൾ മഗ്നീഷ്യവും പൊട്ടാഷ്യവും സപ്ലിമെൻറ്റ് ചെയ്യണം. എന്നെ ഒന്ന് ഫോളോ അപ്പ് ടീമിനോട് ചോദിച്ച് എന്നെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള പിന്നെ സപ്ലിമെൻറ്റ്സ് പറഞ്ഞു തരാം കേട്ടോ. കാരണം ശരീരത്തിൽ അത് മെയിനായി സംഭവിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല. എന്നാലും ചിലവർക്ക് ഇങ്ങനെ ബ്ലഡ് പ്രഷർ കൂടുന്നത് തടി കൂടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ഷുഗറിനെ കൊഴുപ്പാക്കി മാറ്റുന്ന സമയത്ത് പൊട്ടാഷ്യവും മഗ്നീഷ്യവും നന്നായി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് എല്ലാ മിനറൽസും നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണ്. മഗ്നീഷ്യം, പൊട്ടാഷ്യം, സെലീനിയം, സിങ്ക്, അതേപോലെ തന്നെ കാൽഷ്യം, സോഡിയം ഒക്കെ ആവശ്യമാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ സോഡിയം, ഉപ്പ് എപ്പോഴും കഴിക്കുന്ന കാര്യമാണ്, അതെപ്പോഴും കിട്ടുന്നുണ്ട്.
കാൽഷ്യം എന്ന് പറയുന്നത് നമുക്ക് അഥവാ കിട്ടിയില്ലെങ്കിലും ശരീരം നമ്മുടെ എല്ലിൽ നിന്നും എടുക്കും. അതൊരു ഹെൽത്തി ആയുള്ള കാര്യമല്ല, നല്ല കാര്യമല്ല, പക്ഷേ ശരീരം അത് ചെയ്യും. അപ്പോൾ അങ്ങനെ 2 രീതിക്കും അത് കിട്ടുന്നുണ്ട്. പക്ഷേ മറ്റേത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യുക തന്നെ വേണം. നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് തന്നെ കഴിക്കണം അത്. അപ്പോൾ അത് ഈ ഒരു സമയത്ത് ഇനി സാറിന് അതിൻ്റെ എക്സ്ട്രാ എമൗണ്ട് ആവശ്യമുണ്ട്. അത് ഞാൻ എന്തായാലും സാർ ഫോളോ അപ്പ് ടീമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ഐശ്വര്യ മാഡം പറഞ്ഞു. ഹലോ സർ, ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിട്ടാണ്. ഞാനിപ്പം 2 ആഴ്ചയായി ഇത് ചെയ്യുന്ന 5 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ മാഡം, സന്തോഷം. അപ്പൊ ഇപ്പം 2-3 ദിവസമായിട്ട് ഞാൻ രാവിലെ ഓംലെറ്റിന്റെ കൂടെ ഈ പാലില് ചിയാ സീഡ് കഴിക്കുന്നുണ്ട്. അതിനെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല, നല്ലതാണ്, വളരെ നല്ലതാണ്. ചിയാ സീഡ്സ് നല്ല സോളിബിൾ ഫൈബേഴ്സ് ആണ്. ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയകൾക്ക് നല്ലൊരു വളമാണ്, നല്ലൊരു ഫുഡാണ്. അതുമാത്രമല്ല അത് വെയിറ്റ് ലോസിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മോശമായ കൊളസ്ട്രോളിനെയും കുറക്കാൻ സഹായിക്കും. അങ്ങനെ പലതരത്തിലുള്ള പിന്നെ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് സോക്ക് ചെയ്ത് വെച്ചൊരു 30 മിനിറ്റ് വെച്ചതിന് ശേഷം വേണം കുടിക്കാൻ. ഹലോ, ചോദിച്ചോളൂ ഐശ്വര്യ മാഡം, ചോദിച്ചോളൂ ഐശ്വര്യ മാഡം, ചോദിച്ചോളൂ. സാർ, ഞാനിപ്പം ഏകദേശം 20 ഡേയ്സ് ആയിട്ട് ഡയറ്റ് തുടങ്ങിയിട്ട് ഇപ്പൊ 7 കിലോന്റെ അടുത്ത് എനിക്ക് വെയിറ്റ് ലോസ് ആയി. പക്ഷെ എനിക്ക് തടി കുറഞ്ഞതായിട്ട് വെയിറ്റ് കുറയുന്നുണ്ട്, പക്ഷെ ശരീരത്തിലെ വണ്ണം കുറഞ്ഞതായിട്ട് കാണുന്നില്ല. നോർമലി ഞാൻ ചെസ്റ്റ് അളവൊക്കെ എടുത്തു, സെയിം അളവ് തന്നെ ഇപ്പോഴും ഉള്ളത് അല്ലേ? അപ്പൊ മാഡം ഒന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിനുള്ള പരിഹാരം കാണാം കേട്ടോ. ഓക്കെ, പറഞ്ഞോളൂ. സാറിന്റെ മൈക്ക് കേൾക്കുന്നില്ല, ഉച്ചത്തിൽ സംസാരിച്ചാൽ കുറച്ചുകൂടി ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ മാഡം, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ലൗഡായിട്ട് കേൾക്കുന്നുണ്ടോ? വളരെ വളരെ എന്താ പറയണ്ട, പതിയെ കേൾക്കുക. പതുക്കെയാണ് കേൾക്കുന്നത് അല്ലേ? ചില സ്ഥലങ്ങളിൽ മുറിഞ്ഞു പോകുന്നുണ്ട്. സാർ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഓക്കെ മാഡം, ഓക്കെ മാഡം. ഹലോ സർ, പറഞ്ഞോളൂ. അഞ്ജു മാഡം പറഞ്ഞോളൂ. സാർ, ഇപ്പൊ ഞാൻ 24-ാം തീയതിയാണ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വെയിറ്റ് നോക്കിയിട്ട് വെയിറ്റ് കുറയണില്ല. അങ്ങനെ തൈറോയ്ഡ് ഉണ്ട്. ഓക്കെ, തൈറോയ്ഡ് ഉണ്ട് അല്ലേ? ഇപ്പൊ വെയിറ്റ് നോക്കിയപ്പോ കുറയല്ലെന്ന് പറഞ്ഞപ്പോ മറ്റേ വൈറ്റമിൻ ടാബ്ലറ്റ്സ് തന്നായിരുന്നു. ഓക്കെ, അത് കഴിച്ചു തുടങ്ങി. ഓക്കെ. അപ്പോൾ മാഡം എന്തായാലും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഒരു 2 മാസമെങ്കിലും വെയിറ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ ബോഡി ഹെൽത്തി ആയതിനു ശേഷം വെയിറ്റ് ലോസ് സംഭവിച്ചോളും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ മാഡം. പിന്നെ മാഡം ഒന്ന് കൺസൾട്ടേഷനും എടുത്തോ. ഇവിടെ യൂട്യൂബിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്, മൂമീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട്. ചെറുതായിട്ട് 7 മണിക്ക് ഫുഡ് നിർത്തിയിട്ടുണ്ട്, പക്ഷെ വെള്ളം നിർത്താൻ പറ്റുന്നില്ല. രാത്രിയിലൊക്കെ തൊണ്ട വല്ലാതെ വരൾച്ച വരുന്നുണ്ട്. അവിടെയും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, ഇലക്ട്രോലൈറ്റ്സ് കുറവാണ്, പിന്നെ മിനറൽസ് കുറവാണ്. അപ്പോൾ എന്തായാലും ഫോളോ അപ്പ് ടീമിനോട് ചോദിച്ചതിന് ശേഷം ഞാൻ എന്തായാലും ആ ഒരു കാര്യം മാഡമിന് സെൻഡ് ചെയ്യുന്നതാണ്. പ്രൊഡക്ട്സ് ഞാൻ ഡയറ്റ് തുടങ്ങിയിട്ട് 28 ദിവസമായി, 15 ദിവസം കൊണ്ട് പിന്നെ 1 ഗ്രാം പോലും കുറയുന്നില്ല. എന്തായാലും കുറയാത്തവരൊക്കെ നിൻസി തോമസ് മാഡമിന് ഒരു കൺസൾട്ടേഷൻ എന്തായാലും ഫോളോ അപ്പ് ടീമിനോട് ചോദിച്ച് ചെയ്യണം കേട്ടോ. 1 മാസം കഴിഞ്ഞ് വെയിറ്റ്. സർ, 2 കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഒന്ന്, ഫൈബ്രോയിഡ് അഡിനോമ ഉള്ള ആളാണ്. ഓക്കെ മാഡം. അപ്പോ ഈ ഡയറ്റ് സ്യൂട്ട് ആണോ? തീർച്ചയായും സ്യൂട്ടാണ്. അതിനുള്ള ഒരു ക്ലാസ് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ. രണ്ടാമത്തെ കാര്യം, തല ചുറ്റൽ വരുന്നുണ്ട് ഡയറ്റ് കണ്ടിന്യൂ ചെയ്യുമ്പോ. അവിടെയാണ് എന്ത് വരുന്നത്? ഈ പറഞ്ഞ വേരിയേഷൻ ആണോ? പ്രഷർ വേരിയേഷൻസ് ആണ്. അതാണ് ഈ പറഞ്ഞ മിനറൽസ് വേണം. അപ്പോൾ അങ്ങനെ തല ചുറ്റുന്നുണ്ടെങ്കിൽ സാധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറില്ല. മെജോറിറ്റി ഈ പറയുന്ന ഫുഡ് തന്നെ സഫീഷ്യൻ്റ് ആണ്. ചില ശരീരങ്ങളിൽ വളരെ കുറവായത് കാരണം തന്നെ നമ്മൾ കുറച്ച് കാലം, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 വീക്സ് 4 വീക്സ് എങ്കിലും നമ്മുടെ എക്സ്റ്റേണൽ സപ്പോർട്ട് വേണം. അതിനാണ് സപ്ലിമെൻറ്റ്സ് തരുന്നത്. ആ ഒരു ഫോളോ അപ്പ് ടീമിനോട് ചോദിച്ച് എൻ്റെ അടുത്തേക്ക് പിന്നെ ഞാൻ എന്തായാലും പ്രിസ്ക്രൈബ് ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു മാഡം. ഹലോ സർ, ഡയറ്റിൻ്റെ കൂടെ ജിമ്മിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിമ്മിൽ പോകാൻ പറ്റും. പക്ഷെ ഫസ്റ്റ് വീക്ക് പറ്റുന്നിടത്തോളം ഹെവി വെയിറ്റുകൾ എടുക്കാതെ നോക്കുക. നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വളരെ പതുക്കെ മാത്രമുള്ള ശരീരം ഒന്ന് അനങ്ങുന്ന രീതിയിൽ പലതും പിന്നെ എക്സസൈസുകൾ ചെയ്യുക. അതിനുശേഷം 1 മാസത്തിന് ശേഷം പതുക്കെ വെയിറ്റുകൾ എടുത്തു തുടങ്ങാവുന്നതാണ്.
ഹലോ, പറഞ്ഞോളൂ മാഡം. മാഗി റോസ് മാഡം പറഞ്ഞോളൂ. സാർ എനിക്കിപ്പോ ഒരു 4 kg കുറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം. അതുപോലെ തന്നെ യൂറിക് ആസിഡിന്റെ ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു, അതും മാറിയിട്ടുണ്ട്. സന്തോഷം മാഡം, സന്തോഷം. പക്ഷേ ഇല്ലേ, എനിക്ക് രാത്രിയൊക്കെ വിശക്കും. അപ്പൊ 7 മണിയാവുമ്പോ വെജിറ്റബിളിന്റെ കൂടെ ഒരു ചപ്പാത്തിയൊക്കെ കഴിക്കാവോ? കഴിക്കണ്ട, ഇപ്പൊ കഴിക്കാനായിട്ടില്ല കേട്ടോ. ഒരു 2 മാസം 3 മാസമെങ്കിലും ചെയ്ത് കഴിഞ്ഞാലാണ് ഫാറ്റി ലിവർ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാനുള്ള ഒരു ഏകദേശം ടൈം ആവുള്ളൂ. ഞാൻ സാധാരണ എൻ്റെ പേഷ്യൻസിനൊക്കെ തന്നെ 4 മാസം 5 മാസമെങ്കിലും ഞാൻ പറയും, ഫാറ്റി ലിവർ ആണെങ്കിലൊക്കെ അത്രയും ടൈം ടാബ്ലറ്റ്സും എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ മാഡമിന് ശരീരം ഒരു വിധം നല്ലതായത് കാരണം തന്നെ ഇത്രയും ടാബ്ലറ്റ്സിൻ്റെ ആവശ്യമല്ല. മാഡം ഫുഡിൽ തന്നെ കോമ്പൻസേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് മാറ്റരുത് കേട്ടോ. നല്ലൊരു കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തള്ളി ഒഴിവാക്കാനല്ല നോക്കേണ്ടത്, നമ്മളതിനെ കൂട്ടിപ്പിടിക്കുകയാണ് വേണ്ടത് കേട്ടോ. ഓക്കെ മാഡം, താങ്ക് യു. ഹലോ, നമുക്കത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആക്കാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോളൂ. ഈ ഒമേഗ 3 ക്യാപ്സൂള് 2 നേരമാണോ കഴിക്കേണ്ടത്? 2 നേരം കഴിച്ചാലും 3 നേരം കഴിച്ചാലും വളരെ നല്ലതാണ്. ഫസ്റ്റ് മന്ത് 3 നേരം കഴിക്കാം, രണ്ടാമത് മന്ത് തൊട്ട് 2 നേരം കഴിക്കാം, പിന്നെ 3rd മന്ത് തൊട്ട് ഓരോന്ന് വീതം കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്, വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ വയസ്സാണോ കഴിക്കേണ്ടത്? അതായത് ഒരു മാസം 3 തവണ അങ്ങനെയാണോ? അങ്ങനെ എത്ര ദിവസം ഡെയിലി 3 എണ്ണം വെച്ചിട്ട്, അത്രയും ഇൻഫ്ലമേഷൻസ് ഉള്ളവരാണെങ്കിൽ, കൊഴുപ്പുള്ളവരാണെങ്കിൽ നല്ലതാണ്. അതിനുശേഷം ഡെയിലി നമ്മളെ ലൈഫ് ലോങ് ഓരോന്ന് വെച്ച് കഴിക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. അൺനെസസറി ബ്ലഡ് ക്ലോട്ടുകളെ മാറ്റും, ശരീരത്തിൻ്റെ മറ്റുള്ള വേസ്റ്റ് പ്രൊഡക്ട്സുകളൊക്കെ നമ്മളെ ഡാമേജ് ചെയ്യുന്നത് അത് തടുക്കും. അങ്ങനെയുള്ള എല്ലാ രീതിയിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടും, എല്ലാറ്റിലും ഒരു പങ്കുള്ള ഒരു കാര്യമാണ്. ഓക്കെ മാഡം, എന്നാ താങ്ക് യു. പറഞ്ഞോളൂ, നിർമ്മൽ സാർ പറഞ്ഞോളൂ. സാർ, ഞാൻ ഡയറ്റ് തുടങ്ങിയിട്ട് ഇപ്പൊ 18 ദിവസമായി. അപ്പൊ ഒരു 5.8 kg കുറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം, നല്ല കാര്യം. അപ്പൊ ഞാൻ ഡയറ്റ് തുടങ്ങിയ തുടക്കത്തില് ഈ രാവിലെ യൂറിൻ പാസ് ചെയ്യുമ്പോ ഒരു കളർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട്. അത് ഈ ഡയറ്റ് തുടങ്ങിയത് കൊണ്ടാണോ? എന്ത് ചേഞ്ച് ആണ് വന്നത്? എന്ത് കളറിലായിരുന്നു? ഒരു എന്താ പറയാ, സാധാ പോലത്തെ കളറല്ല, ഏകദേശം ഒരു നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഏത് കളറിലോട്ടാണ്? റെഡ് ആണോ ഓറഞ്ച് ആണോ? റെഡ് പോലെയാണ് അല്ലേ? അതെന്താണെന്നുള്ളത് നമ്മുടെ പിന്നെ റിപ്പോർട്ട്സ് ഒക്കെ നോക്കിയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാലും ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, തുടരാവുന്നതാണ്. വേറെ ഇറിറ്റേഷൻസോ എരിച്ചിലോ പുകച്ചിലോ ഒന്നും ഇല്ലല്ലോ? എരിച്ചിലും പുകച്ചിലുണ്ട്. പിന്നെ നമ്മളിതിപ്പം എത്ര മാസം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം? ഇപ്പോൾ എത്രയാണ് കുറഞ്ഞിട്ടുള്ളത്? ഹൈറ്റ്, ഐഡിയൽ വെയിറ്റ് എത്രയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാറിനോട്? എന്നോട് ഐഡിയൽ വെയിറ്റ് 78-80 അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എത്രയാണുള്ളത്? ഇപ്പൊ ഉള്ള വെയിറ്റ് 103 ആണല്ലേ? അപ്പോൾ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ആ ഒരു ഐഡിയൽ വെയിറ്റിലോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു. പറഞ്ഞോളൂ മാഡം, പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ മാഡം. അതെ, ഞാൻ തൈറോയിഡിന്റെ മെഡിസിൻസ് 8 to 9 years ആയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ഈ ഫുഡിൽ പിങ്ക് സോൾട്ട് ഇൻവോൾവ് ചെയ്യുന്നത് നല്ലതാണോ? കുഴപ്പമില്ല, പിങ്ക് സോൾട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഈ മ്യൂസിലി ഒക്കെ കഴിക്കുന്നത് നല്ലതാണോ? കുഴപ്പമില്ല, അതും കഴിക്കാവുന്നതാണ്. ഓക്കെ. ബനാനയോ? ഒരെണ്ണം അല്ലേ? അത് മോർണിംഗ് ബനാന കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. അമിതമായി ദാഹം തോന്നിക്കഴിഞ്ഞാൽ തൊണ്ട നനയ്ക്കാൻ വേണ്ടി ശകലം വെള്ളം കുടിച്ച കുഴപ്പമുണ്ടോ? ഫാസ്റ്റിംഗ് ടൈമിലാണെങ്കിൽ നമ്മുടെ ആ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആയി പോവുകയാണ്. നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു ഗുണമൊക്കെ കിട്ടേണ്ടത് നമുക്ക് ആ ഒരു 12 hours ഫാസ്റ്റിംഗ് വരുമ്പോഴാണ് ഈ ഓട്ടോഫേജി എന്ന് പറയുന്ന പ്രവർത്തനം നടക്കുന്നത്. ആ വേസ്റ്റുകളൊക്കെ നമ്മുടെ ശരീരം പുറന്തള്ളുന്ന നടക്കുന്നത്. അപ്പോൾ അതിനും കൂടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡയറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ദാഹത്തെ നമ്മളൊന്ന് സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ അതിലും എത്രയോ വലിയ പിന്നെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്.
ക്യാൻസറസ് ഗ്രോത്തുകളെ പോലും പിന്നെ താഴ്ത്താൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാവുന്നതാണ്. പിന്നെ അമിതമായി കൂടുതൽ ദാഹം ഉണ്ടെങ്കിൽ ഒരു 2 ദിവസമെങ്കിലും ഒന്ന് ORS എടുത്ത് നോക്കുക. കാരണം ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാം. അതിനുശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫാസ്റ്റിംഗ് എങ്ങനെയുണ്ട് എന്നുള്ളത്, ദാഹം പിന്നെ വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കി നോക്കുക. ഹലോ സാറേ. പറഞ്ഞോളൂ റാബിയ മാഡം പറഞ്ഞു. സാറേ ഞാൻ പിന്നെ 1-ാം തീയതിയാണ് പിന്നെ തുടങ്ങിയത്. 90 കിലോ ഉണ്ടായിരുന്നു. ഇപ്പോ 1 കിലോ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ശരീരത്തിന് നല്ലൊരു എന്താ പറയാ നല്ലൊരു മാറ്റം തോന്നുന്നുണ്ട്. വെരിക്കോസിന്റെ പ്രശ്നമുള്ള ആളാണ്. പിന്നെ വെരിക്കോസിന്റെ എക്സസൈസ് അയച്ചു തന്നിരുന്നോ? ഇല്ലല്ലോ. അന്ന് അവരോടൊന്ന് ചോദിച്ച് പിന്നെ ഫോളോ അപ്പ് ടീമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു എക്സസൈസ് മാത്രം ഒന്ന് ചെയ്യുക കേട്ടോ. പ്രധാനമായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള എക്സസൈസ് അല്ല, സിമ്പിൾ ആണ്, അതൊന്ന് ചെയ്യണം. പിന്നെ ഒമേഗ 3, 6, 9 എന്നുള്ള പിന്നെ സപ്ലിമെന്റ് കഴിക്കുന്നുണ്ട്. 1 ഞാൻ കഴിക്കുന്നത് ദിവസവും 1 കഴിക്കും. പിന്നെ ഇതിന്റെ മുന്നേ കുറച്ച് പിന്നെ വെരിക്കോസിന്റെ പ്രശ്നം പറഞ്ഞപ്പോ പിന്നെ ഒരു നോനി ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം തന്നിട്ടുണ്ട്. അത് കഴിക്കാൻ പറ്റും? നോനി ജ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്, ഓക്കെയാണ്. പക്ഷെ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് എത്രത്തോളം പ്യൂർ ആണ് എന്നുള്ളത് നമുക്ക് അറിയില്ല. എനിക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ ഡയറ്റ് തുടങ്ങുന്നതിന് മുന്നേ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നടക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പൊ അതൊക്കെ മാറി എനിക്ക് നല്ലൊരു സുഖം തോന്നുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ഞാൻ കുറെ ഡയറ്റൊക്കെ ഇങ്ങനെ പിന്നെ ചെയ്തിരുന്ന ആളാണ്. പക്ഷെ ഒന്നും എനിക്ക് ഇത്ര ഒന്നിലും ആയിട്ടില്ല. ഇതുപോലെ വിശക്കൊന്നുമില്ല. നല്ലൊരു സംഭവമാണ് എന്താണെങ്കിലും. താങ്ക് യു മാഡം. അതുപോലെ കണ്ടിന്യൂ ചെയ്യുക. നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ. എപ്പോഴും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പൊ താങ്ക് യു എവ്രി വൺ. ഞാൻ ഒരു ഡൗട്ട് പറഞ്ഞോളൂ. നമ്മുടെ ഡിന്നർ കഴിഞ്ഞിട്ട് നമ്മുടെ വർക്കൗട്ട് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ? അതോ ഡിന്നർ കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ആ ഒരു സമയം നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് ചെയ്യുവാനും അതേപോലെ തന്നെ ഉറക്കത്തിന് ഒരു പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയമായിട്ട് വിട്ടാൽ ഒന്നുകൂടെ നല്ലതാണ്. അത് വേറെ വഴിയില്ലെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ചില സമയത്ത് അത്രയും വർക്കൗട്ട് ചെയ്തിട്ട് ആ ഒരു ടയർഡ്നെസ്സിൽ തന്നെ ഉറങ്ങുന്നതും നല്ലൊരു സുഖമുള്ള ഒരു കാര്യമാണ്. പക്ഷേ രാവിലെ നമ്മളൊരു എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല എനർജി ഉണ്ടാവും. ആ ഒരു ദിവസം തന്നെ നല്ലൊരു ഉന്മേഷത്തോടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അല്ലെങ്കിൽ സാറിൻ്റെ ഷെഡ്യൂൾ എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ സാറിന് അങ്ങനെയാണ് കംഫർട്ടബിൾ എങ്കിൽ തീർച്ചയായും അങ്ങനെ ചെയ്യാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഇത്രയും അധികം ചോദ്യങ്ങളൊക്കെ ചോദിച്ചവർക്കൊക്കെ താങ്ക് യു. ഇനിയും ക്ലാസ്സുകളൊക്കെ ചോദിക്കുക. ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാൻ ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഫോളോ അപ്പ് ടീമിനോട് തീർച്ചയായും ചോദിക്കേണ്ടതാണ്. ഇനിയും ഏതെങ്കിലും. താങ്ക് യു മാഡം. Thank you, sir. Thank you, madam. Thank you. Thank you, sir. Take care. Good night. Thank you. Good night. Thank you, sir. Good night. Thank you, sir. Good night. Thank you. Good night. Good night, sir. Thank you, sir. Good night. Good night, sir. Thank you, sir. Good night.